ദൈവനാമത്തിന് പിന്നെയും നമുക്ക് വർദ്ധിക്കുന്നു. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തോസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യം എന്നെനിക്ക് തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരുന്നു. അവൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്ത് അവനോട് മാത്രമല്ല എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുകയും ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കുകയും എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. ബൈബിളിലെ കഥാപാത്രങ്ങളിൽ വളരെ ചുരുക്കം വാക്കുകളിൽ മാത്രം വിശേഷിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചു കേട്ട പേര് എപ്പഫ്രോദിത്തോസ് എന്ന് പറയുന്നയാൾ. ഈ ഫിലിപ്പി ലേഖനത്തിൽ മാത്രം, ഈ ലേഖനത്തോട് ബന്ധപ്പെട്ട് മാത്രം കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരുപക്ഷെ സമാനമായ പേരുള്ള മറ്റൊരു വ്യക്തി കൊലോസ് ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, എപ്പഫ്രാസ്. അതിന് സമാനമായ ഒരു പദം, ഒരു പേരാണ് ഈ വ്യക്തിയെക്കുറിച്ച് നമ്മൾ കാണുന്നത്, എപ്പഫ്രോദിത്തോസ്. ഈ എപ്പഫ്രോദിത്തോസിനെ കുറിച്ച് ഈ വേദഭാഗത്ത് മാത്രമാണ് നാം കാണുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഈ എഴുതി കിട്ടിയിരിക്കുന്ന രേഖയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പശ്ചാത്തലമൊക്കെ വെച്ച് നമ്മൾ പഠിച്ചാൽ ഫിലിപ്പിയ സഭയിലെ ഒരു മെമ്പറായിരുന്നു എപ്പഫ്രോദിത്തോസ് എന്ന് മനസ്സിലാക്കാം. അതുമാത്രമല്ല, പൗലോസ് കാരാഗൃഹത്തിൽ കിടക്കുന്ന സമയത്ത് എപ്പഫ്രോദിത്തോസ് ആണ് ഫിലിപ്പിയ സഭയിൽ നിന്ന് അവിടെ ചെന്ന് പൗലോസിനെ ശുശ്രൂഷിച്ച് കൂടെ നിന്ന ഒരാൾ. അങ്ങനെ തന്നെ ശുശ്രൂഷിച്ച് അവിടെ കാരാഗൃഹത്തിൽ നിന്ന സമയത്ത് തനിക്ക് രോഗം വരികയും ആ രോഗം മൂർച്ഛിച്ച് മരണത്തിൻ്റെ വക്കോളം എത്തുകയും ചെയ്തു. അതൊക്കെ ഇപ്പം നമ്മൾ വായിച്ച ഈ വേദഭാഗത്തുണ്ട്. ആ നിലയിൽ കാരാഗൃഹത്തിൽ ചെന്ന് പൗലോസ് എന്ന ദൈവദാസനെ ശുശ്രൂഷിച്ച ഒരു എപ്പഫ്രോദിത്തോസ്, ആ ശുശ്രൂഷയിൽ രോഗം വന്ന് മരണത്തിൻ്റെ വക്കോളമായ ഒരു എപ്പഫ്രോദിത്തോസ് മറ്റൊരു ശുശ്രൂഷ താൻ ചെയ്തതായിട്ട് നാം കാണുന്നത്. ഈ എപ്പഫ്രോദിത്തോസിൻ്റെ കയ്യിലാണ് ഈ കത്തെഴുതി ഫിലിപ്പിയിലേക്ക് പൗലോസ് കൊടുത്തു വിടുന്നത്. അപ്പോൾ ഫിലിപ്പിയിൽ നിന്നുള്ള വാർത്ത ഇങ്ങോട്ട് എത്തിച്ചതും ഇവിടെ നിന്ന് പൗലോസിന് എഴുതി കൊടുത്ത ഈ കത്ത് അവിടെ എത്തിച്ചതും, നമുക്ക് വേണമെങ്കിൽ ആ ജോലി ഇങ്ങനെ പറയാം, ഒരു പോസ്റ്റ്മാൻ്റെ ജോലി. കത്ത് കൊണ്ട് ഇങ്ങോട്ട് വരിക, ഇവിടുത്തെ വിവരം അങ്ങോട്ട് കൊണ്ടെത്തിക്കുക. ഇത് ചെയ്ത ആളാണ് എപ്പഫ്രോദിത്തോസ്. മറിച്ച് ഈ എപ്പഫ്രോദിത്തോസിനെ കുറിച്ച് ഫിലിപ്പി സഭയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിട്ടോ വലിയൊരു സംഘാടകനായിട്ടോ വലിയ പ്രസംഗകനായിട്ടോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ ഈ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വാക്കാണ് 29-ാം വാക്യത്തിൻ്റെ അവസാന വാചകത്തിൽ നാം കാണുന്നത്, ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പി. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവനെ അല്ല ഇവരെ ബഹുമാനിപ്പി എന്നല്ല പറയുന്നത്, പിന്നെ ഇങ്ങനെയുള്ളവരെ. അപ്പം ഈ എപ്പഫ്രോദിത്തോസിനെ ബഹുമാനിക്കണമെന്ന് പറയുമ്പോൾ എപ്പഫ്രോദിത്തോസിലുള്ള ചില പ്രത്യേകതകളുണ്ട്, അതുള്ളവരെ ബഹുമാനിക്കണം. അതാണ് പൗലോസ് അവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പം ഇവിടെ ഈ എപ്പഫ്രോദിത്തോസിനെ കുറിച്ച് നമ്മൾ വായിച്ചു കേട്ട വേദഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ഒന്ന് ചോദിക്കുക, അതിനൊരു മറുപടി പറഞ്ഞാൽ നന്നാണ്. അപ്പം ചെയ്തു വരുന്ന ശുശ്രൂഷകൾ എന്നത് മറ്റുള്ളവരുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കുന്നവനായിരുന്നു, അല്ലേ? ഈ പറഞ്ഞതെല്ലാം അതോട് ബന്ധപ്പെട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ആർക്കും പോകാൻ പറ്റാഞ്ഞപ്പം അവർക്ക് പകരമായി പൗലോസിനെ ശുശ്രൂഷിക്കാൻ കാരാഗൃഹത്തിൽ പോയി കഷ്ടപ്പെട്ടത്? അവരെ കൊണ്ട് പറ്റാത്തത് ചെയ്യാൻ തയ്യാറായി, അവരുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കുന്നവൻ. എന്തുകൊണ്ടാണ് ദൂരയാത്ര എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തിടത്ത് അവരുടെ വിവരം കൊണ്ട് ഇങ്ങോട്ട് വരുന്നു, ഈ കത്ത് മേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നു, ഈ കഷ്ടപ്പാട് സഹിക്കുന്നു? എന്തുകൊണ്ടാണ്? മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്തത് അവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു. അവിടെ തന്നെ എഴുതിയിരിക്കുന്ന ആ ഭാഷയിൽ ഞാനങ്ങ് പറയുക, ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പീൻ എന്ന് പറഞ്ഞിട്ട് പൗലോസ് തന്നെ എഴുതുക, എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ.
അപ്പം എപ്പഫ്രോദിത്തസ് ഫിലിപ്പി സഭയിലെ ആരായിരുന്നു? നിങ്ങൾ പറഞ്ഞതെല്ലാം ഈ ഒരൊറ്റ ശുശ്രൂഷയുടെ കീഴിൽ വരുന്ന കാര്യങ്ങളാണ്. ഇതുകൊണ്ടാണ് ബഹുമാനിക്കണമെന്ന് പറഞ്ഞ്, ഇതുകൊണ്ടാണ് പോയി കാരാഗ്രഹത്തിൽ നിന്ന്, ഇതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തൂതുകൊണ്ട് പോയത്, ഇതുകൊണ്ടാണ് വേല ചെയ്തത്, സഹപടൻ, കൂട്ടു സഹോദരൻ എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാം മുകളിൽ അദ്ദേഹം ഫിലിപ്പി സഭയിലെ ആരായിരുന്നെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാചകത്തിൽ ഇങ്ങനെ പറയാം: ആ സഭയിലുള്ള മറ്റുള്ളവരുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കുന്നവനായിരുന്നു. ഞാൻ ആ വാക്ക് ഒന്നെടുത്തു പറയാം. മറ്റുള്ളവരുടെ ശുശ്രൂഷയുടെ കുറവ്. നമ്മളൊരു സമൂഹത്തെ എടുത്താൽ, അത് സഭയാകട്ടെ, ദൈവസഭയാകട്ടെ, ദൈവസഭയ്ക്ക് പുറത്തുള്ള ഒരു സമൂഹമാകട്ടെ, ഏത് സമൂഹത്തെയും നാം എടുത്താൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ അതിൽപ്പെട്ടവരെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ആ സമൂഹത്തിൽപ്പെട്ടവരെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അത് ഈ സഭയോട് ബന്ധപ്പെട്ടും മനുഷ്യരാണല്ലോ, നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഞാൻ ആ മൂന്നായ വിഭജനം ഒന്ന് പറയാം. ഒന്ന്, മറ്റുള്ളവരുടെ കുറവ്. അതാണല്ലോ ഇവിടുത്തെ വിഷയം. മറ്റുള്ളവരുടെ കുറവ് മാത്രം കാണുന്നവർ. അങ്ങനെ ചിലരുണ്ട് ഏത് സമൂഹത്തിലും, അത് സഭയിലുമുണ്ട്. അവരുടെ ദൃഷ്ടിയിൽ എന്തേ വരുള്ളൂ? മറ്റുള്ളവർ ചെയ്തതിനകത്ത് എന്ത് കുറവുണ്ടെന്നുള്ളതേ അവർ കാണൂ. നല്ലതൊന്നും കാണാനുള്ള കണ്ണ് അവർക്കില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, മറ്റുള്ളവരുടെ കുറവ് കാണുകയും അത് കഴിയുന്നിടത്തോളം ആളുകളോട് പറയുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, അത് രണ്ടാമത്തെ കൂട്ടർ. അപ്പം അവരുടെ ദൃഷ്ടിയിലും ഈ കുറവുകൾ കാണും. പക്ഷേ കണ്ടാൽ ആദ്യം അവർ ചെയ്യുന്നത് എന്നാണ് വേറൊരാളോട് പറഞ്ഞാലേ അവർക്കൊരു തൃപ്തിയുള്ളൂ. അപ്പം മറ്റുള്ളവരുടെ കുറവ് കാണുക എന്നിട്ട് മിണ്ടാതിരിക്കുക ഒരു കൂട്ടർ. രണ്ട്, മറ്റുള്ളവരുടെ കുറവ് കാണുക, കണ്ടാൽ അത് എത്രയും പെട്ടെന്ന് മറ്റു ചിലരിലേക്ക് എത്തിക്കുക. ഇത് രണ്ടാമത്തെ കൂട്ടർ. ഈ മൂന്നാമത്തെ കൂട്ടരാണ് ഇവിടെ പറയുന്നത്, മറ്റുള്ളവരുടെ കുറവ് കണ്ട് അത് എങ്ങനെ തീർക്കാമെന്നുള്ളതിനൊരു ശ്രമം നടത്തുക. അതിൽപ്പെട്ടതായിരുന്നു എപ്പഫ്രോദിത്തസ്. എപ്പഫ്രോദിത്തസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ. അതിന്റെ ഫലമായിട്ട് അവൻ എന്ത് ചെയ്തെന്ന് താഴോട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് പിന്നാലെ നോക്കാം. അപ്പൊ ഈ എപ്പഫ്രോദിത്തസിന്റെ പ്രത്യേകത, എപ്പഫ്രോദിത്തസിനെ കുറിച്ച് ചോദിക്കുക, കൊലോസിയ സഭയെ ചോദിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള എഫെസോസിലെ സഭയെ ചോദിക്കുക. നിങ്ങൾക്കറിയാമോ ഫിലിപ്പിയിലെ എപ്പഫ്രോദിത്തസിനെ? അറിയാം. പുള്ളി അവിടെ വലിയ കാര്യമായ റോളൊന്നും ഉള്ള ആളല്ല, വലിയ പ്രസംഗനൊന്നുമല്ല, അവിടുത്തെ മൂപ്പനൊന്നുമല്ല. പിന്നെ ആരാ അവിടുത്തെ? ഒരു പക്ഷെ അയൽസഭയിലുള്ളവർക്ക് അറിയത്തില്ല ആരാണ്. ഫിലിപ്പിയിലുള്ളവരോടൊന്നും ചോദിക്കുക, അല്ല പൗലോസിനോടൊന്നും ചോദിച്ച പൗലോസ് പറയും, അവിടെ ഉള്ളതിൽ ഏറ്റവും ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യൻ അവനാണ്. അതല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പേ. അവിടെ ഉള്ളതിൽ ഏറ്റവും മറ്റുള്ളവരാൽ മാനിക്കപ്പെടാൻ യോഗ്യനായ ഒരുവൻ എപ്പഫ്രോദിത്തസ്. എന്തുകൊണ്ട്? അവന്റെ ശുശ്രൂഷ പറയുകയാണ്, മറ്റുള്ളവരുടെ കുറവ് തീർക്കുന്ന ശുശ്രൂഷയാണ് അവന്റെ ശുശ്രൂഷ. അതിനുവേണ്ടി പൗലോസിനെ ശുശ്രൂഷിക്കണോ? റെഡിയാ. അതിന് എൽഡർഷിപ്പ് വേണമെന്നില്ല, അതിന് പ്രസിഡന്റ് സ്ഥാനം വേണമെന്നില്ല. തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ എന്താണെന്ന് തിരിച്ചറിഞ്ഞു. അത് തിരിച്ചറിഞ്ഞ് ചെയ്യുവാൻ തയ്യാറായപ്പോൾ മറ്റാരും അംഗീകരിച്ചില്ലെങ്കിലും, ദൈവജനത്തിൽ തന്നെ അധികം വാക്കുകൾ ഈ ആളിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ദൈവാത്മാവ് പൗലോസിനെ കൊണ്ട് എഴുതിച്ചു, ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കണം. എന്താ കാരണം? ഇവിടെ പറഞ്ഞതെല്ലാം നമുക്ക് പറയാം, പക്ഷെ അതെല്ലാം കൂടെ ചേർത്ത് ഞാൻ പറയട്ടെ. എന്തുകൊണ്ട് എപ്പഫ്രോദിത്തസിനെ പോലുള്ളവരെ ബഹുമാനിക്കണം? അല്ലെങ്കിൽ ഇങ്ങനെ ബഹുമാനിക്കത്തക്ക നിലയിൽ എപ്പഫ്രോദിത്തസിന്റെ ശുശ്രൂഷ എന്താ ഫിലിപ്പി സഭയിൽ? ഒന്നുകൂടെ ആവർത്തിച്ച് പറയട്ടെ, മറ്റുള്ളവരുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കുന്നവൻ. ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവരുടെ കുറവ് എന്ന ആ വിഷയത്തിൽ ഒരു സമൂഹത്തെ ഞാൻ മൂന്നായി തിരിച്ച് നിങ്ങളുടെ മുമ്പാകെ ഒന്ന് കാണിച്ചു. ഇതിലേതിലാണ് നാം ഉൾപ്പെടുന്നത്? ഞാനത് പറയുമ്പോൾ ഒരു വാക്ക് ഇങ്ങനെ കടന്നു പറയുകയാണ്, അതിൽ പരിഭവം തോന്നരുത്. ഇതിലേതിലെങ്കിലും ഉൾപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? നമ്മളെല്ലാവരും ഇതിലേതിലെങ്കിലും ഉൾപ്പെടുന്നുണ്ട്. മറ്റുള്ളവരുടെ കുറവ് മാത്രം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നവനാണോ? ആ ഗ്രൂപ്പിലാണോ ഞാൻ?
അതോ മറ്റുള്ളവരുടെ കുറവ് കണ്ട് മാക്സിമം പബ്ലിസിറ്റി കൊടുക്കുന്നവനാണോ ഞാൻ? അതോ മറ്റുള്ളവരുടെ കുറവ് തീർക്കാൻ എന്തെങ്കിലും ചെയ്യുന്നവനാണോ ഞാൻ? ഇതിലേത് ഗ്രൂപ്പിൽ പെടും നാം ഓരോരുത്തരും? ഞാനതിലേത് ഗ്രൂപ്പിൽ പെടും? അല്ല, നമ്മൾ ഓരോരുത്തരും ഇതിലേത് ഗ്രൂപ്പിൽ പെടുമെന്നുള്ളത് അവരവരുടെ ശുശ്രൂഷയെ, അവരവരുടെ അവസ്ഥയെ ഒന്ന് വിലയിരുത്തി പരിശോധിച്ചാൽ ഇന്ന് പകൽക്കാലം അത് ഏറ്റവും നന്നായിരിക്കും. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഈ മൂന്നിലേതാ സഭയ്ക്ക് വേണ്ടിയത്? അതൊരു സംശയമില്ലാതെ എല്ലാവരും പറയും, ഈ മൂന്നിലേതാ വേണ്ടിയത്? മൂന്നാമത്തേതാ സഭയ്ക്ക് വേണ്ടിയത്? അങ്ങനെയാണെങ്കിൽ ഫിലിപ്പിയ സഭയ്ക്ക് മാത്രമല്ല, ഈ ഫിലിപ്പിയ സഭ എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന സഭകളിൽ ഒത്തിരി സഭകളെ കുറിച്ച് നമുക്കറിയാം. ഫിലിപ്പിയ, കൊലൂസിയ, എഫസോസ്, പിന്നെ റോമ, ഗലാത്യ, കൊരിന്ത്യ, ഒത്തിരി സഭകൾ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് നമുക്ക് പരിചിതമാണ്, ദൈവവചനത്തിൽ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. ഈ സഭകളെല്ലാം നമ്മളൊന്ന് എടുത്ത് പഠിച്ചാൽ പലയിടത്തും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ പോയ ചുരുക്കം ചില സഭകളിൽ ഒന്നാണ് ഏത്? ഫിലിപ്പിയ സഭ. വേറെ ചിലതുണ്ട്, ചുരുക്കം ചിലത്. അതിൽ നല്ല നിലയിൽ പോയ സഭകളിൽ ഒന്നാണ് ഫിലിപ്പിയ സഭ. ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ വാക്കിന്റെ അടിസ്ഥാനത്തിൽ, ഈ വേദവാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കരുതുകയാണ്, ഇങ്ങനൊരു എപ്പഫ്രാദിത്തോസ് അവിടെ ഉണ്ടായിരുന്നതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. ഫിലിപ്പിയ സഭയിലെ എൽഡേഴ്സിനെ ആരെയും നിങ്ങൾക്ക് അറിയാമോ? ഒന്ന് പറയാമോ? നല്ലൊരു സഭയായിരുന്നു. ആരായിരുന്നു? പറയാമോ? ഇല്ല, അറിയത്തില്ല. ഫിലിപ്പിയ സഭ സ്ഥാപിക്കപ്പെടാൻ കാരണക്കാരി ആരാന്ന് ചോദിച്ചാൽ ഇപ്പം പറയും. ആരാ? ലുദിയ. അത് നമുക്കറിയാം. പക്ഷേ ഈ എപ്പഫ്രാദിത്തോസ് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരാ ഇതിനകത്ത് കാര്യമായിട്ട് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ശുശ്രൂഷയെക്കുറിച്ച് മാന്യമായ, ബഹുമാനത്തിന് യോഗ്യമായ ശുശ്രൂഷ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഇങ്ങനെ പറയട്ടെ, ഇങ്ങനൊരു എപ്പഫ്രോദിത്തോസ് ഫിലിപ്പിയിലെ സഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഫിലിപ്പിയ സഭ ഇന്നും അന്നുണ്ടായിരുന്ന സഭകളിൽ നല്ലൊരു സഭയായിരുന്നു എന്ന് അറിയപ്പെടാൻ ഒരു കാരണം. അങ്ങനെയാണെങ്കിൽ ബഹുമാനത്തിന് യോഗ്യനായി നിൽക്കുവാനും മറ്റുള്ളവരുടെ കുറവുകൾ തീർക്കുന്നവനായി ശുശ്രൂഷകൾ ചെയ്ത് സഭയിൽ ആയിരിക്കുവാനും ഒരു സാധാരണക്കാരനായിട്ടിരുന്നാലും മതി, അല്ലേ? സ്ഥാനങ്ങളോ പൊസിഷൻസോ ഒന്നുമില്ലെങ്കിലും ദൈവത്താൽ മാനിക്കപ്പെടുന്ന നിലയിൽ ശുശ്രൂഷകൾ ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ സാധിക്കും എന്നുള്ളതാണ് എപ്പഫ്രാദിത്തോസ് എന്ന ഈ വ്യക്തി നമുക്ക് മുമ്പിൽ നൽകുന്ന ഏറ്റവും നല്ലൊരു മാതൃക. പ്രിയപ്പെട്ടവർ, പറയട്ടെ, ഈ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് പറയാൻ ലോകപ്രകാരം അല്ലെങ്കിൽ മാനുഷികമായി പറയാൻ ഒന്നുമില്ല. ആര് ചോദിച്ചാലും, ഇപ്പൊ ഞാൻ എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് എഴുതി കിട്ടിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളോട് ചോദിച്ചപ്പോഴും നിങ്ങൾക്കും പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയാനില്ല, അല്ലേ? ഓരോരുത്തരും പറഞ്ഞതെന്താ? അവിടുത്തെ ആരുമല്ല എന്ന് പറഞ്ഞ ഒരു പൊസിഷനും ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ അതിനെക്കുറിച്ച് ദൈവവചനം പറയുന്നു, ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പിക്കും. അപ്പൊ അദ്ദേഹം അവിടുത്തെ ആരായിരുന്നു? നീ പറ. എപ്പഫ്രാദിത്തോസ് ഫിലിപ്പിയ സഭയിലെ തന്റെ ശുശ്രൂഷ ബന്ധത്തിൽ ആരായിരുന്നു? പറയാമല്ലോ. ബഹുമാന്യൻ. ആ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ആ പ്രയോഗമാണ് ഞാനന്ന് പ്രതീക്ഷിക്കുന്നത്. ആ സഭയിൽ തന്റെ ശുശ്രൂഷ എന്തായിരുന്നു? മറ്റുള്ളവരുടെ കുറവ് തീർക്കുന്നവൻ. അത് സ്വർഗം കണ്ടെന്ന്, അത് ദൈവാത്മാവ് കണ്ടെന്ന്. ആ കുറവ് തീർക്കാൻ വേണ്ടി താൻ പ്രസംഗിക്കാൻ സ്റ്റേജ് വന്നതായിട്ട് എപ്പഫ്രാദിത്തോസിനെ കുറിച്ച് വായിക്കുന്നില്ല. അതിനുവേണ്ടി ഒരു ലെറ്ററോ ലേഖനോ എഴുതിയില്ല. ഞാൻ ഇങ്ങനെ അങ്ങ് പറയാം, വേറെ വല്ലവരും എഴുതിയത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയതേ ഉള്ളൂ, അല്ലേ? എഴുതിയതാരാ കത്ത്? പൗലോസ എഴുതിയേ. ആർക്കാ? ഫിലിപ്പിയിലെ എൽഡേഴ്സിന്റെ കൊടുക്കുന്നത്. താൻ കേവലം ഒരു പോസ്റ്റ്മാൻ, ഒരു ദൂതുവാഹി, കേവലം അത്രയേ ഉള്ളൂ. അതിനപ്പുറത്ത് വലിയ പൊസിഷൻസ് ഒന്നുമില്ല. പക്ഷേ എപ്പഫ്രാദിത്തോസ് മറ്റുള്ളവരുടെ കുറവ് തീർക്കുന്നവനായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, എനിക്കിന്ന് എൻ്റെ മനസ്സിൽ ദൈവം തന്ന പ്രേരണ ഈ ഒരൊറ്റ ആലോചന നിങ്ങളുടെ മുൻപാകെ അറിയിക്കുക എന്നുള്ളതാണ്. ഈ ഒരൊറ്റ ആലോചന മാത്രം. നാം മറ്റുള്ളവരുടെ കുറവുകൾ മാത്രം കണ്ടുപിടിക്കുന്നവരോ, അതോ മറ്റുള്ളവരുടെ കുറവുകൾ മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരോ, അതോ
മറ്റുള്ളവരുടെ കുറവുകൾ തീർക്കുന്നവരോ? മറ്റുള്ളവരുടെ കുറവുകൾ തീർക്കുന്നവരെയാണ് ദൈവസഭയ്ക്ക് വേണ്ടത്. മറ്റുള്ളവരുടെ കുറവുകൾ തീർക്കുന്നവരാണ് മാന്യരായി ജീവിക്കാൻ യോഗ്യതയുള്ളവര്. മറ്റുള്ളവരുടെ കുറവുകൾ തീർക്കുന്നവർ ചെയ്യുന്ന ശുശ്രൂഷയാണ് മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്ന ശുശ്രൂഷ. അതിന് പൊസിഷൻ വേണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, മറ്റുള്ളവരുടെ അംഗീകാരവും ആവശ്യമില്ല. ഒരു പക്ഷേ മറ്റുള്ള അധികം പേരാൽ അറിയപ്പെടുകയുമില്ല. എപ്പഫ്രാദിസ് ആരാലും അറിയപ്പെടാത്ത വ്യക്തിയെ പോലെ. ഞാൻ പറയട്ടെ, എപ്പഫ്രാസിനെ കുറിച്ച് പിന്നെയും കേൾക്കാം. കാരണം കൊലോസി ലേഖനത്തിൽ 2-3 സ്ഥലത്തും ഫിലമോന്റെ ലേഖനത്തിലും ആ പേരുണ്ട്. എന്നാൽ ഈ എപ്പഫ്രാദിസിന്റെ പേര് ആകെ ഒരിടത്തേ ഉള്ളൂ. അതെവിടെയാണ്? അത് ഈ ഫിലിപ്പി ലേഖനത്തിലാണ്. പത്രം പോലും ആളുകളുടെ ഇടയിൽ പരിചിതനല്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുക, ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കണം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അവിടെ എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ഉള്ളവരെ, എന്തെങ്കിലും പുൾപിറ്റുകളിലെ ശുശ്രൂഷകൾ ചെയ്യുന്നവരെ, ഏതെങ്കിലും നിലയിൽ 10 പേര് 100 പേര് അറിയപ്പെടുന്ന ശ്രേഷ്ഠന്മാരെ ബഹുമാനിക്കണമെന്നല്ല ദൈവാത്മാവ് പൗലോസിലൂടെ ഫിലിപ്പി സഭയോട് പറയുന്നത്. കാരണം എപ്പഫ്രാദിത്തുസ് ചെയ്ത ശുശ്രൂഷയുടെ മാഹാത്മ്യം, മറ്റുള്ളവരുടെ കുറവ് തീർക്കുന്നവൻ. എന്തുകൊണ്ട് മറ്റുള്ളവരുടെ കുറവ് തീർക്കുന്നവനെന്ന് പറഞ്ഞു? അപ്പൊ എന്താ താൻ ചെയ്തത്? ഞാൻ എപ്പഫ്രാദിത്തുസിന്റെ ജീവിതത്തിലെ ഒരു 3-4 കാര്യങ്ങൾ വലിയ വിശദീകരണം കൂടാതെ ഒന്ന് ഓർപ്പിക്കാം. ഇവിടെ എപ്പഫ്രാദിത്തുസ് ചെയ്ത ശുശ്രൂഷയെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് അതിന്റെ അവസാനം പറയുന്ന വാക്കൊന്ന് ശ്രദ്ധിച്ച്, 30-ാമത്തെ വാക്യം. എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. അപ്പൊ അവൻ ചെയ്ത ശുശ്രൂഷ എന്താ? അവിടുത്തെ ഒരു വാക്കിൽ ഞാൻ പറയട്ടെ, അവൻ ചെയ്ത ശുശ്രൂഷയെ പൗലോസ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കർത്താവിന്റെ വേല ചെയ്തെന്നാണ്, അല്ലേ? ക്രിസ്തുവിന്റെ വേല നിമിത്തം അവൻ ചെയ്ത ശുശ്രൂഷ എന്താ? കർത്താവിന്റെ വേല. കർത്താവിന്റെ വേല ചെയ്യുന്നവനെന്ന് നമ്മൾ പറയണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഒരുപക്ഷെ എന്നെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ പറയാം കർത്താവിന്റെ വേലക്കാരനാണ്. അതെന്താ നിങ്ങൾ അങ്ങനെ പറയുന്നത്? എന്നെ പ്രസംഗിക്കുന്നു, പഠിപ്പിക്കുന്നു, യാത്ര ചെയ്യുന്നു, അതും ഇത് ചെയ്യുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ പുൾപിറ്റിലെ ശുശ്രൂഷകൾ ചെയ്യാണ് നമ്മൾ പറയും അതാരാ? കർത്താവിന്റെ വേല ചെയ്യുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ പൗലോസ് ഈ എപ്പഫ്രാദിത്തുസിനെ കുറിച്ച് ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ എവിടെയെങ്കിലും ഈ എപ്പഫ്രാദിത്തുസ് ഒരു പ്രസംഗം നടത്തിയത് നമ്മൾ കാണുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു ബൈബിൾ ക്ലാസ് എടുത്തത് കാണുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചത് കാണുന്നുണ്ടോ? ഒന്നുമില്ല. പക്ഷേ താൻ ചെയ്തതിനെ ദൈവാത്മാവ് രേഖപ്പെടുത്തുന്നു. ഇവൻ ചെയ്തത് ആരുടെ വേലയാ? ക്രിസ്തുവിന്റെ വേലയാ, കർത്താവിന്റെ വേലയാ. എന്താ ചെയ്തത് എന്താന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞായിരുന്നു. ചെയ്തത്, പൗലോസ് എന്ന ദൈവദാസൻ ജയിലിൽ കിടക്കുക. ഫിലിപ്പിയിലെ എല്ലാവർക്കും ഒന്നും പോയി കാണാനും ശുശ്രൂഷിക്കാനും പറ്റത്തില്ല. ഞാൻ തീരുമാനിച്ചു, ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാം. അദ്ദേഹത്തെ ജയിലിൽ നിന്നു ശുശ്രൂഷിച്ച് രോഗിയായി മരണത്തിന്റെ വക്കോളം എത്തി. ആ മരണത്തിന്റെ വക്കോളം എത്തിയിട്ടും തൻ്റെ മനസ്സിലെ ചിന്ത എന്തായിരുന്നു അറിയാമോ? അതവിടെ എഴുതിയിട്ടുണ്ട്. അതാണ് ഏറ്റവും ചിന്തിപ്പിക്കേണ്ടത്. 26-ാം വാക്യം. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചുമിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ, താൻ ജയിലിൽ കിടന്ന് രോഗിയായി പൗലോസിനെ ശുശ്രൂഷിക്കുക. വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ മാത്രമേ ഉള്ളൂ, സഭ വേറെ ആളില്ലേ? ഈ സഭയെക്കുറിച്ച് പറയുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ സാക്ഷാൽ ഇണയാളിയായുള്ളവേ അവർക്ക് തുണ നിൽക്കണം എന്നൊരു വാക്ക് കാണുന്നുണ്ട്. അതാരെക്കുറിച്ചാണ് പൗലോസ് പറയുന്നതെന്ന് അവിടെ എഴുതിയിട്ടില്ല. പക്ഷെ ചില കമൻട്രികൾ വായിച്ചാൽ അവിടെ പൗലോസ് ഇണയാളി എന്ന് വിളിച്ചിരിക്കുന്നത് ലൂക്കോസിനെയാണെന്നൊരു അഭിപ്രായം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ലൂക്കോസ് ആരാ? ഒരു ഡോക്ടറാണ്. ഇവിടെ രോഗിയായി കിടന്ന് മരണത്തിന്റെ വക്കിലെത്തിയപ്പോഴും ഫിലിപ്പിയ സഭയിൽ നിന്ന് ആരും വന്നില്ല. വേണേ ചിന്തിക്കാം, ആ ഡോക്ടറിനെങ്കിലും എന്നെ വന്നൊന്ന്, അവിടെ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അങ്ങേർക്കെങ്കിലും എന്നെ വന്നൊന്ന് അന്വേഷിക്കാം, എൻ്റെ രോഗത്തിന് എന്തെങ്കിലും ഒരു പ്രതിവിധി പറയാം. ഇതൊന്നുമല്ല തൻ്റെ ചിന്ത. തൻ്റെ ചിന്ത എന്താ? അവിടെ രോഗിയായി സീരിയസ് ആയി മരണത്തിന്റെ വക്കി കിടക്കുമ്പോഴും തൻ്റെ ചിന്ത എന്താണെന്ന് അവിടെ എഴുതിയിരിക്കുക. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും, അടുത്ത്
താൻ ദീനമായി കിടക്കുന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചിരിക്കുന്നു. അപ്പൊ തന്റെ വ്യസനം എന്താ? നിങ്ങളാരും എന്നെ കാണാൻ വന്നില്ലെന്നുള്ള വിഷമമല്ല. നമ്മളാണേ പറയും, ഇത്രയും നാൾ രോഗിയായിട്ട് ആരും കാണാൻ വന്നില്ലല്ലോ, ആരും വിളിച്ചില്ലല്ലോ, ആരും അന്വേഷിച്ചില്ലല്ലോ. അതൊരു വിഷമമാണ്. സ്വാഭാവികമായി കേട്ടോ, അത് അന്വേഷിക്കണം. നമ്മുടെ സഹപ്രവർത്തകർ, സഹസഹോദരന്മാര്, കൂട്ടുവിശ്വാസികള് രോഗിയായിട്ട് മാനസിക ഭാരമായിട്ടൊക്കെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അത് തിരിച്ചറിയാനും പോകാനും കാണാനും അന്വേഷിക്കാനും വിളിക്കാനും സഭ നാം കടപ്പെട്ടവർ തന്നെയാണ്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അത് സാഹോദര്യ ബന്ധത്തിന്റെ ഭാഗം തന്നെയാണ്. അത് ചെയ്ത് തന്നെ നാം മുൻപോട്ട് പോകണം. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ അത് സാധിച്ചില്ലെങ്കിൽ പോലും ഈ എപ്പഫ്രാദിത്തോസിന്റെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ അതെത്രയോ നന്ന്. എപ്പഫ്രാദിത്തോസ് പറയുന്ന ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. താൻ ദീനമായി കിടക്കുന്നു എന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് തനിക്ക് വിഷമം. അപ്പൊ ഇപ്പം തന്റെ വിഷമം എന്താ? താൻ ദീനമായി കിടക്കുന്നിടത്ത് നിങ്ങൾ വന്നില്ലെന്നുള്ളതല്ല അവന്റെ വിഷമം. പിന്നെ അവന്റെ വിഷമം എന്താ? അയ്യോ, ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് കിടക്കുകയാണെന്ന് അവര് കേട്ടല്ലോ, കേട്ടപ്പോൾ അവരത് വിഷമിക്കുമല്ലോ എന്നുള്ള വിഷമം. ഈ ഒരു മനസ്സാണ് എപ്പഫ്രാദിത്തോസിന് ഉണ്ടായിരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു മനസ്സ് നമുക്കുണ്ടോ? ഇങ്ങനൊരു മനസ്സ് കൂട്ടുവിശ്വാസികളോടുള്ള ബന്ധത്തിൽ നമുക്കുണ്ടോ? ഞാൻ ഇങ്ങനെ തന്നെ പറയട്ടെ, വലിയ പാടാ അല്ലേ? വലിയ പാടാ ഇങ്ങനൊരു ചിന്ത വരാൻ, ഇങ്ങനൊരു മനസ്സുണ്ടാകാൻ. പക്ഷെ എപ്പഫ്രാദിത്തോസിന്റെ വിഷമം എന്താണെന്നോ? ഇപ്പോൾ ഞാൻ രോഗിയായെന്നുള്ളതല്ല, എന്നെ ഒറ്റയ്ക്കാക്കി ആരും തിരക്കുന്നില്ലെന്നുള്ളതല്ല, ഞാൻ ഇത്രയും സീരിയസ് ആയിട്ട് കിടക്കുന്നെന്ന് കേട്ടാൽ എൻ്റെ കൂട്ടുവിശ്വാസികൾ വിഷമിക്കും. അതാ ഇപ്പം നല്ല വിഷമം. പിന്നെ എങ്ങനെ ദൈവാത്മാവിന് പറയാതിരിക്കും? ഇങ്ങനെയുള്ളവരെ നിങ്ങൾ ബഹുമാനിക്കണമെന്ന് എപ്പഫ്രാദിത്തോസ്. എപ്പഫ്രാദിത്തോസിന്റെ വിഷമം മുഴുവൻ എന്താണെന്നറിയാമോ? ഞാൻ മരണത്തിന്റെ വക്കിലായതെന്നുള്ളതല്ല. ഇതറിയുമ്പോൾ എൻ്റെ കൂട്ടുവിശ്വാസികൾ വിഷമിക്കുമല്ലോ. ഇതറിയുമ്പോൾ എൻ്റെ കൂട്ടു സഹോദരങ്ങൾക്ക് അതൊരു ഭാരമാണല്ലോ. അവർക്ക് ഇവിടം വരെ വരാൻ ബുദ്ധിമുട്ടാണ്, ദൂരമായിരിക്കാം, അവർക്ക് വേറെ ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരിക്കാം, തിരക്കായിരിക്കാം. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇതൂടെ കേട്ട് അവർക്കൊരു വിഷമം ഉണ്ടാകുമല്ലോ. ഇതാ തൻ്റെ ഭാരം. അപ്പോൾ പൗലോസിനെ കാരാഗ്രഹത്തിൽ ശുശ്രൂഷിച്ചപ്പോഴും ആ ശുശ്രൂഷ ആരെ ശുശ്രൂഷിക്കുന്നതായിട്ടാണ് തനിക്ക് അനുഭവപ്പെട്ടത്. അതാണ് എപ്പഫ്രാദിത്തോസിന്റെ ഒന്നാമത്തെ പ്രത്യേകത. പൗലോസ് എഴുതിയ വാക്കിലൂടെ ഞാൻ പറയട്ടെ. എപ്പഫ്രാദിത്തോസ് എന്നെ ശുശ്രൂഷിച്ച് രോഗിയായി നല്ല എഴുതിയിരിക്കുന്നത്, എന്നെ ശുശ്രൂഷിച്ച് മരണത്തിന്റെ വക്കിലെത്തി നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ താൻ ചെയ്ത വേല എന്താ? ജയിലിൽ വന്ന് പൗലോസിന്റെ കൂടെ താമസിച്ചതും കഷ്ടപ്പെട്ടതും പോസ്റ്റ്മാന്റെ ജോലി ചെയ്തതും എല്ലാം ദൈവാത്മാവ് പൗലോസിനെ കൊണ്ട് എഴുതിച്ചു. അവൻ ചെയ്ത വേല ആരുടെ വേലയാണ്? ക്രിസ്തുവിന്റെ വേല. പറയട്ടെ, കർത്താവിന്റെ വേല എന്ന് പറയുന്നത് ഉൾപ്പിറ്റിലെ വേല മാത്രമല്ല. കർത്താവിന്റെ വേല എന്ന് പറയുന്നത് ലീഡർഷിപ്പ് മിനിസ്ട്രീസ് മാത്രമല്ല. ഇതുപോലുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭയോട് ബന്ധപ്പെട്ടൊക്കെ പേരെടുത്ത് പറയാൻ ചിലതൊക്കെ ഉണ്ടെന്നാൽ ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. സഭയുടെ ഭൗമികമായ കാര്യങ്ങളോട് ബന്ധപ്പെട്ടാകട്ടെ, മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത നിലയിലുള്ള അധ്വാനങ്ങളാകട്ടെ, എന്തും കൂട്ടു സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ നാം കഴിക്കുന്ന ഇത്തരം മനോഭാവങ്ങളും ഇത്തരം നമ്മുടെ കാഴ്ചപ്പാടുകളും എന്തുമാകട്ടെ, അതെല്ലാം നമ്മുടെ മനസ്സിലൊരു ചിന്ത ഉണ്ടായിരിക്കണം. ഞാൻ ഈ ചെയ്യുന്നത് അവർക്കല്ല, പിന്നെ ആർക്കാണ്? കർത്താവിനെന്ന വണ്ണം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പരസ്പര കടപ്പാടുകൾ പറയുന്നുണ്ട്. അതിൽ പലരുടെ കടപ്പാടുകൾ പറയുന്നുണ്ട്. സഭയിലെ മൂപ്പന്മാരെ, വിശ്വാസികളെ, അതുപോലെ അമ്മായിപ്പന്മാർ, മക്കൾ, ഭർത്താക്കന്മാർ, ഭാര്യമാർ, ഇതെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞു എന്ന് വെച്ചാൽ 3-ാം അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങൾ ഇതെല്ലാം ആർക്കെന്ന വണ്ണം ചെയ്യണം? കർത്താവിനെന്ന വണ്ണം. കർത്താവിനെന്ന വണ്ണം. പറയട്ടെ, പൗലോസിനെ ഞാൻ പോയി കാരാഗൃഹത്തിൽ സഹായിച്ചെങ്കിൽ ഞാൻ ചെയ്തത് കർത്താവിനെന്ന വണ്ണമാണ്, കർത്താവിൻ്റെ വേലയാ. ഈ ഒരു കാഴ്ചപ്പാടുള്ള മനുഷ്യനായിരുന്നു എപ്പഫ്രാദിത്തോസ്. പലപ്പോഴും മാനുഷികമായിട്ട് ഞാൻ പറയട്ടെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? ഞാൻ അവരോട് അങ്ങനെ ചെയ്തിട്ടും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? അപ്പം ഞാൻ ഇന്നാൾ അങ്ങോട്ട് ചെയ്തത് മുഴുവൻ ആർക്കാ? കർത്താവിനല്ല, പിന്നെ ആർക്കാ ചെയ്തേ? അവർക്കാ ചെയ്തേ. അങ്ങനെ വരുമ്പോൾ ഇങ്ങോട്ടും പ്രതീക്ഷിക്കുന്നു, ഇല്ലാതെ വരുമ്പോൾ വിഷമമുണ്ടാകുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഒരു കൂട്ടു സഹോദരന്റെ ആവശ്യത്തിൽ സഹായിച്ചാൽ കർത്താവിനെന്ന വണ്ണം, കർത്താവിൻ്റെ വേലയാ.
എന്ന ചിന്തയോടെ ചെയ്ത എപ്പഫ്രാദീത്തുസിനെ പോലുള്ളവർ ഒരു സഭയിലുണ്ടെങ്കിൽ ഫിലിപ്പിയ സഭ പോലുള്ള സഭയായിരിക്കും ആ സഭ. കർത്താവിന്റെ വേലയെക്കുറിച്ച് പറയുമ്പോൾ 1 കൊരിന്ത്യർ 15 അധ്യായത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് എന്താണ്? നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല. കർത്താവിൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് വ്യർത്ഥമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുവീൻ. ആ വാക്യമൊക്കെ എടുത്ത് പ്രസംഗിച്ചാൽ, ആ വാക്യം മാത്രം എടുത്ത് പ്രസംഗിച്ചാൽ കർത്താവിൻ്റെ വേല, കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യുന്ന പ്രയത്നം വ്യർത്ഥമല്ല, കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരണമെന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ആണെങ്കിലും ചിലപ്പോൾ അതെടുത്ത് പ്രസംഗിച്ചാൽ കർത്താവിൻ്റെ വേല എന്ന് പറയുന്നത് സുവിശേഷ വേലയാണ്, സഭയിലെ മറ്റു കാര്യങ്ങൾ എന്നൊക്കെയുള്ളതാ വ്യാഖ്യാനങ്ങൾ വരുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ക്രിസ്തുവിൻ്റെ വേല എന്നും കർത്താവിൻ്റെ വേല എന്നും പറയുവാൻ അത് മാത്രമല്ല, ഇതുപോലുള്ള ശുശ്രൂഷകളും എപ്പഫ്രാദീത്തുസ് ചെയ്തതുപോലത്തെ ശുശ്രൂഷകളും ഉണ്ടെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതാണ് മറ്റുള്ളവരുടെ കുറവ് തീർത്തത്. എപ്പഫ്രാദീത്തുസിന് ഒരു കാര്യം മനസ്സിലായി, ഞാൻ അവിടെ ചെന്ന് പൗലോസിനെ ശുശ്രൂഷിച്ചാൽ കർത്താവിൻ്റെ വേലയാണ്, കർത്താവിന് എന്ന വണ്ണം അത് മറ്റുള്ളവരുടെ കുറവ് തീർക്കുകയായിരുന്നു. എങ്ങനെ? സഭയിൽ എല്ലാവർക്കും ഒന്നും ജയിലിൽ പോയി അങ്ങനെ ശുശ്രൂഷിക്കാൻ പറ്റിയവരല്ല, തിരക്കുണ്ടായിരിക്കാം. പക്ഷേ അവരുടെ കുറവ് ഞാനങ്ങ് തീർത്തു കൊടുത്തേക്കാം, അവരുടെ കുറവ് ഞാൻ പോയി അങ്ങ് നികത്തിയേക്കാം. അത് ചെയ്യാൻ കാണിച്ച മനസ്സാണ് എപ്പഫ്രാദീത്തുസിന്റെ മനസ്സ്. ഇനി അങ്ങനെ ചെയ്യാൻ മനസ്സ് വന്നു, കർത്താവിൻ്റെ വേലയാണെന്നുള്ള ബോധ്യത്തിൽ അത് ചെയ്തപ്പോൾ ഇനിയും നമ്മളെ തന്നെ ചിന്തിക്കുക, ആട്ടെ എല്ലാവർക്കും ഒന്നും പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം, ഞാനങ്ങ് പോയി ആ കാര്യമൊക്കെ ചെയ്യാം. അവിടെ ചെന്ന് അസുഖം പിടിച്ചു കഴിഞ്ഞാൽ എന്നാ പറയും? അവിടെ ചെന്ന് അസുഖം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, കണ്ടോ വേറെ ആരും തിരക്കില്ല, ഇവിടെ ഒരു രോഗിയായി, എന്നാൽ ഇനി ഞാൻ തിരിച്ചോ, വേറെ ആരെങ്കിലും വരട്ടെ. എപ്പഫ്രാദീത്തുസ് അങ്ങനെയും ചിന്തിച്ചില്ല. അസുഖം പിടിച്ചു, അവിടെ എഴുതിയിരിക്കുന്നത് അസുഖം സീരിയസ് ആയി എവിടം വരെ എത്തി? മരണത്തിൻ്റെ വക്കോളം എത്തി. അതേക്കുറിച്ച് അവസാനം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? അവൻ തൻ്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിൻ്റെ വേല നിമിത്തം. ഞാൻ ചോദിക്കട്ടെ, ഈ എപ്പഫ്രാദീത്തുസ് കർത്താവിൻ്റെ വേലയ്ക്കാണോ തൻ്റെ ജീവനാണോ മുൻഗണന കൊടുത്തത്? എന്തിനാണ്? ക്രിസ്തുവിൻ്റെ വേല. ആ വേല എന്ന് പറയുന്നത് ഇപ്പം എന്താണെന്നൂടെ ചിന്തിക്കണേ. ജയിലിൽ പോയി പൗലോസിനെ ശുശ്രൂഷിക്കുക, പൗലോസിന്റെ കത്തും കൊണ്ടുവരിക, ഇത് അങ്ങോട്ട് കൊണ്ടുപോവുക, ഇതാ ഇപ്പൊ ഇവിടെ ചെയ്യുന്നത്. പക്ഷെ അതിനു പോലും എപ്പഫ്രാദീത്തുസ് എന്തിനേക്കാൾ വില കൽപ്പിച്ചു? തൻ്റെ പ്രാണനേക്കാൾ വില കൽപ്പിച്ചു, തൻ്റെ ജീവനേക്കാൾ വില കൽപ്പിച്ചു. ഇത് കണ്ടില്ലേ ദൈവം? ഇത് കാണുന്നില്ലേ ദൈവം? ഇത് കണ്ടു ദൈവം. അതുകൊണ്ടാണ് ദൈവാത്മാവ് പൗലോസിനെ കൊണ്ട് എഴുതിച്ചേ, ഇങ്ങനെയുള്ളവരെ വേണം ബഹുമാനിപ്പാൻ. ഞാൻ പറയട്ടെ, നമുക്കിതുപോലൊന്ന് താഴാൻ, ഇതുപോലൊന്ന് ഇറങ്ങിച്ചെല്ലാൻ, പ്രാണന പോട്ടെ, നമ്മുടെ ഈഗോയ്ക്ക് പ്രശ്നം ഉണ്ടായാൽ പറ്റുമോ? നമ്മുടെ ഈഗോയ്ക്ക് പ്രശ്നം ഉണ്ടായാൽ നമ്മൾ പോകുമോ? ഇല്ല. ചില വീടുകളിൽ പോകാൻ പറ്റത്തില്ല, എൻ്റെ ഈഗോ അനുവദിക്കുന്നില്ല, എൻ്റെ പ്രസ്റ്റീജ് അനുവദിക്കുന്നില്ല. ചിലർക്കൊന്നും കൈ കൊടുക്കാൻ പറ്റുന്നില്ല. എന്താ? എൻ്റെ പ്രസ്റ്റീജ് അനുവദിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, മരണത്തെക്കാൾ വലുതാണോ ഈഗോ? ഒരിക്കലും അല്ല പ്രിയപ്പെട്ടവരെ. എപ്പഫ്രാദീത്തുസ് മാന്യനാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? കർത്താവിൻ്റെ വേല തൻ്റെ ജീവനേക്കാൾ വലുതായി താൻ അവിടെ കണ്ടു എന്നുള്ളതാണ്. അതല്ലേ ഏറ്റവും മാന്യമായത്? ഇതല്ലേ ദൈവസഭയ്ക്ക് ആവശ്യമായിട്ടുള്ളത്? അതുകൊണ്ടല്ലേ ദൈവാത്മാവ് ആ നിലയിൽ തന്നെ എപ്പഫ്രാദീത്തുസിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയത്? അവൻ മറ്റുള്ളവരുടെ കുറവ് തീർക്കുവാൻ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ പോലും തയ്യാറായവനാണ്. തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ പോലും തയ്യാറായവനാണ്. എന്തിനു വേണ്ടി? മറ്റുള്ളവരുടെ കുറവ് തീർക്കാൻ. മറ്റുള്ളവരുടെ ശുശ്രൂഷയിലെ കുറവ് കണ്ടെത്താൻ നടക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ കുറവ് തീർക്കാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ചിലപ്പോൾ ഞാനൊന്ന് താഴണോ? അതിനെൻ്റെ ഈഗോ ഒന്ന് മാറ്റി വെക്കണോ? അതിനെൻ്റെ ജീവൻ പോലും കൊടുക്കേണ്ടി വരണോ? അതിന് തയ്യാറാകാമെങ്കിൽ അവിടെയാണ് സഭയുടെ അനുഗ്രഹം, അവിടെയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്, അവിടെയാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചും സന്തോഷിക്കാനായിട്ട് കഴിയുന്നത്. ഈ എപ്പഫ്രാദീത്തുസിനെ കുറിച്ച് പറയുമ്പോൾ പൗലോസ് അവർക്ക് എഴുതും ഒരു കാര്യം കൂടെ പറയുകയാണ്, ഇവൻ അങ്ങോട്ട് വരുമ്പോൾ എങ്ങനെ വേണം നിങ്ങൾ സ്വീകരിക്കാൻ? കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളണം.
അങ്ങനെയൊക്കെ പറയാനുള്ള അനുഭവവും കാരണവുമാണ് പറയുന്നത്. ഞാൻ ഒരു കാരണം കൂടെ എപ്പഫ്രാദിത്തുസിനോട് ബന്ധപ്പെട്ട് ഓർപ്പിച്ച് അതിനെ അവസാനിപ്പിക്കാം. ഇവിടെ എപ്പഫ്രാദിത്തുസിന്റെ ആ സമർപ്പണമാണ് നാം കാണുന്നത്. തൻ്റെ ജീവനേക്കാൾ വലുതായി കർത്താവിൻ്റെ വേലയെ കാണുന്ന ഒരു എപ്പഫ്രാദിത്തുസ്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനത്തിൽ നമുക്ക് ആ വാക്യം ഒന്ന് എടുത്തു നോക്കാം. പൗലോസ് തന്നെ ശുശ്രൂഷയ്ക്കാക്കി വെച്ച കാര്യത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. ആ വാക്യമെടുത്ത് എപ്പഫ്രാദിത്തുസുമായി ഞാൻ ബന്ധപ്പെടുത്തുകയാണ്, സമയ പരിമിതി കൊണ്ട്. എപ്പഫ്രാദിത്തുസിനെ പൗലോസിനെ ശുശ്രൂഷിക്കുന്നതുൾപ്പെടെ ഈ ഒരു ദൂതന്റെ ജോലി ചെയ്യുന്നതുൾപ്പെടെ ക്രിസ്തുവിന്റെ വേലയെന്ന് കണ്ട് മറ്റുള്ളവരുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കുന്ന ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് നല്ല വണ്ടിയുള്ള ആളാണ്. എന്നാൽ ആ ജോലി അവനെ അങ്ങ് ഏൽപ്പിച്ചേക്കാം. ആണോ? അതുകൊണ്ടൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാണെന്നറിയാമോ? അവനെ നോക്കിയപ്പോൾ മനസ്സിലായി ഇവൻ ആരാ? വിശ്വസ്തനെന്നെണ്ണി. മറ്റുള്ളവരുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏറ്റവും പ്രധാന ഘടകമല്ല വിശ്വസ്തത, ദൈവസഭയോടുള്ള വിശ്വസ്തത, ഏൽപ്പിച്ച ശുശ്രൂഷയോടുള്ള വിശ്വസ്തത, കൂട്ടു സഹോദരങ്ങളോടുള്ള വിശ്വസ്തത. പറയട്ടെ, ഈ 3 ഘടകങ്ങൾ മാത്രം എപ്പഫ്രാദിത്തുസിന്റെ ജീവിതത്തിൽ നിന്ന് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ച് ഇവിടെ അവസാനിപ്പിക്കട്ടെ. ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പി. കാരണം എപ്പഫ്രാദിത്തുസ് മറ്റുള്ളവരുടെ കുറവ് തീർക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനായിരുന്നു. നമുക്കും അങ്ങനെയാണ്. മറ്റുള്ളവരുടെ കുറവ് കണ്ടുപിടിക്കുന്നവരല്ല, കുറവ് മാത്രം കാണാൻ കണ്ണു തുറക്കുന്നവരല്ല, മറ്റുള്ളവരുടെ കുറവുകളെ പരസ്യപ്പെടുത്തുന്നവരുമല്ല. പിന്നെ മറ്റുള്ളവരുടെ കുറവുകൾ പറയട്ടെ, കുറവില്ലാത്ത ആരും, ഞാൻ അടുത്ത വാക്ക് പറയുന്നു, ക്ഷമിക്കുക, കുറവില്ലാത്ത ഒരു ശുശ്രൂഷകനുമില്ല, ഒരു ശുശ്രൂഷയുമില്ല. എന്തെങ്കിലുമൊക്കെ അത് കാണാൻ നോക്കിയിരുന്നാൽ അതേ കാണും. അതുകൊണ്ട് നമ്മുടെ ആത്മീയ കണ്ണൊന്ന് തുറക്കാം. ആ കുറവ് നികത്താൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളവരുടെ ശുശ്രൂഷയുടെ കുറവ് തീർക്കുന്നവരായി നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവാത്മാവ് അതിനെ നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെട്ടു.